Ladies and gentlemen, hearty welcome to a wonderful evening where we celebrate 3 decades of excellence of KC Eldo Law Associates and BC 370 Law Associates. ഒരാൾക്ക് എങ്ങനെ കോൺഫിഡൻസ് ഉണ്ടാക്കാൻ പറ്റുന്നത് ഞാൻ എൽദോ സാറിനെ കണ്ടാ പഠിച്ചത്. എൽദോ സാറിന്റെ നിഘണ്ടുവില് നോ എന്നുള്ള വാക്കില്ല. ക്രിക്കറ്റ് പ്രൊഫഷന്റെ ഒരു ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്നുള്ളത് ആ ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ ശരിക്കും അനുഭവിച്ചിട്ടുണ്ട്. സഹോദരന് തുല്യം സ്നേഹിച്ചു എന്ന് തന്നെ പറയാം. ഞാൻ പഠിച്ചൊരു പാഠം അതാണ്, എവറി പ്രോബ്ലം ഹാസ് എ സൊല്യൂഷൻ. യു നീഡിൻ പോണ്ടർ അബൌട്ട് ദാറ്റ് വാട്ട് ഹാസ് ഹാപ്പൻഡ്, ബട്ട് യു ഷുഡ് ലുക്ക് ഫോർവേഡ് ഫോർ സോൾവിങ് ദാറ്റ്. സാറിൻ്റെ ഒരു പ്ലീസിങ് മെൻറ്റാലിറ്റിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സാറിൻ്റെ ഇന്ന് ഇംബൈബ് ചെയ്യാൻ തോന്നി. He has taught me one thing in my life. He said, never beg for an order, always argue. And even if the case is getting rejected, doesn't matter. And I would say that I have fulfilled that to 100% perfection. And that is one and only drawback. Even in the corporate sector today, they have a complaint about me that I am not diplomatic. I am not. Because all the attitude, arrogance, everything I learned from here. So that's it. അങ്ങനെ സാറിൻ്റെ ഗൈഡൻസ് എനിക്ക് ഒരു കോൺഫിഡൻസ് തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് സാർ എന്നെ BC 370 തുടങ്ങിയപ്പോൾ ഞാൻ അവിടെ ഉണ്ട്. അപ്പം വിളിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം, ഒരു കോൺഫിഡൻസ് അത് കിട്ടിയിട്ടുണ്ട്. അത് നമ്മളെ മുമ്പോട്ട് 4 കൊല്ലവും ഞാൻ സാറിൻ്റെ അടുത്ത് പഠിച്ചൊരു കാര്യം ഇതാണ്. അബ്സല്യൂട്ട്ലി ഹോപ്പ്ലെസ് കേസ് ആണെങ്കിലും സാറിൻ്റെ ഒരു രീതിയുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം സാർ അതിൽ നിന്ന് കണ്ടുപിടിക്കും. നോർമൽ ഉള്ളൊരു ആറ്റിറ്റ്യൂഡല്ല. ക്ലയൻ്റ് അടുത്ത് ഒരിക്കലും നോ പറഞ്ഞ് വിടാറില്ല. ഒരു പോംവഴി കണ്ട് ഒരു ഓർഡറും മേടിച്ച് കൊടുത്തിട്ടേ സാറ് വിടുള്ളൂ. എന്ത് കേസ് വന്നു കഴിഞ്ഞാലും അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാം, ഏത് രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നൊരു മൾട്ടി ഡയമെൻഷണൽ തിങ്കിങ് ആണ് സാർ എപ്പോഴും ചെയ്യുക. അപ്പോൾ അത് ഞങ്ങളുടെയൊക്കെ പ്രൊഫഷനിൽ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. സാറിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ സാറ് ജൂനിയേഴ്സിനെ എല്ലാ കോടതിയിലും വിടും. അങ്ങനെ ചില ഓഫീസിലെ പോലെ ജൂനിയേഴ്സിനെ വിടത്തില്ല, സീനിയറെ പോവുള്ളൂ, അങ്ങനെ ഒരു ഇതില്ല. എനിക്ക് അതാരണം കുറേ ലോവർ കോർട്സിലും മിക്ക കോർട്സിലും നല്ല എക്സ്പോഷർ ഉണ്ടായിരുന്നു. അതെനിക്ക് വേറെ ഒരു ഓഫീസിലും കിട്ടിയിട്ടില്ല. സാറിൻ്റെ കൂടെ നിന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ പ്രൊഫഷനിൽ ഇപ്പോഴും നിൽക്കുമ്പോഴും ഇനിയും മുന്നോട്ട് പോകുമ്പോഴും വളരെ യൂസ്ഫുൾ. ഓഫീസിൽ ഒന്ന് ചേർന്നിട്ടാണ് പ്രാക്ടീസ് എങ്ങനെയാണ് കോടതിയിൽ റെപ്രസെൻറ്റ് ചെയ്യണമെന്നൊക്കെ പഠിച്ചു വന്നത്. എന്തായാലും എനിക്ക് സാറിൻ്റെ ശരിക്കും ഞാൻ ഒരു ജ്യേഷ്ഠനെ പോലെയാണ്. എനിക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും വിഷമം ഉണ്ടെങ്കിലും ഞാൻ സാറിൻ്റെ അടുത്താണ് സംസാരിക്കുന്നത്. ആക്ച്വലി ഹീസ് ഓൾസോ മൈ മെന്റർ. സേവിയറാണ് നമ്മുടെ ഒരു ആണി. സേവിയർ ഇല്ലെങ്കിൽ ഞാൻ കുടുങ്ങിപ്പോയനെ. ഇപ്പോൾ എല്ലാ വക്കീലന്മാർക്കും ഒരു സേവിയർ എപ്പോഴും ഉണ്ടാവും. ഇയാൾ യഥാർത്ഥത്തിൽ സേവിയറാണ്, രക്ഷകൻ. 35 വർഷക്കാലം ഞാൻ എൽദോ സാറിൻ്റെ ഓഫീസുമായി ഇങ്ങനെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. ഡിക്റ്റേഷൻസ് ഒക്കെ നല്ല ലാംഗ്വേജ് ഉള്ള ആളായിരുന്നു. അപ്പോൾ സാറിൻ്റെ ആ ഒരു ഡിക്റ്റേഷനൊക്കെ എടുക്കാൻ സാധിച്ചതുകൊണ്ട് എനിക്കത് എൻ്റെ മുന്നോട്ടുള്ള വർക്ക് എക്സ്പീരിയൻസിൽ എനിക്ക് വളരെയധികം പ്രയോജനപ്പെട്ടു. What I find with Eldo sir, I think in 2001 sir's age was 37 years, very young, and still I do not know what is the reason behind it. Maybe God's blessings or good wishes and love and all these junior advocates. Still that same power packed Eldo sir, സെയിം എനർജി, സെയിം സാറിൻ്റെ ആ ഒരു വൈബ്രൻറ്റ് ഡൈനാമിക് ആ ഒരു സംഭവം നമ്മളിത് എടുത്തു പറയേണ്ടതാണ്. കാരണം ചിലപ്പോൾ നമ്മൾ ഇറങ്ങാൻ നേരത്തായിരിക്കും ചിലപ്പോൾ പെട്ടെന്നൊരു കാര്യം പറഞ്ഞാലും നമ്മളും അതിന് ഒപ്പത്തിനൊപ്പം നമ്മൾ നിൽക്കുകയും ചെയ്യും. സാറിൻ്റെ അംബാസഡർ ഉള്ള കാലം തുടങ്ങിയുള്ള ഡ്രൈവറാണ്. ഇപ്പോഴും അതിൻ്റെ ആയിട്ടുള്ള ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്നു. നല്ലൊരു കേസ് അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞാൽ ആ കേസ് എന്തു തന്നെ ആകട്ടെ, ആ കേസിൻ്റെ കഷ്ടപ്പെട്ടിരുന്ന അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ പഠിക്കുകയും അത് മടി കൂടാതെ നല്ല സ്റ്റൈലിൽ കോടതിക്ക് ഇംപ്രസീവായ രീതിയിൽ അത് അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവാണ് അദ്ദേഹത്തിന് പ്രശസ്തി ഉണ്ടാകുന്നത്. നിയമത്തിൻ്റെ സാധാരണ വഴികളിൽ നിന്ന് മാറി സഞ്ചരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം, അത് നിയമത്തിൻ്റെ വളയത്തിനകത്ത് നിൽക്കാതെ പുറത്ത് നിന്ന് ഒരു കാര്യത്തെ കണ്ട് നിയമത്തെ അതിലേക്ക് കൊണ്ടുവരാൻ നടത്തുന്ന അദ്ദേഹത്തിൻ്റെ ശ്രമം, ഈ 2 കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളായിട്ട്. ഫീഡ്ബാക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോഴും സാറിന് മനസ്സിലാക്കി വരുന്നുള്ളൂ. കാരണം സാർ മോർ ഫിലോസഫിക്കലാണ്. നമുക്ക് ഒരിക്കലും സാറിന് അറിയാൻ വയ്യാത്ത ഓരോ കാര്യം സാർ പറഞ്ഞ് ഇങ്ങനെയാണ് നമുക്ക് പഠിക്കാനൊരു ചാൻസ് തരുന്നുണ്ട് സാറ്. ആൻഡ് ഐ എം വെരി ഹാപ്പി ദാറ്റ് ഐ എം എ പാർട്ട് ഓഫ് BC ഫാമിലി. ഇപ്പോഴും
നല്ല ചെറുപ്പമായിട്ടിരിക്കണം, സന്തോഷമായിട്ടിരിക്കണം, അത് മതി, കൂടുതലൊന്നും വേണ്ട.